ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം മുന്നണികൾക്ക് ഒരുപോലെ തലവേദനയായി. 15 സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ 100 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി NDAയുടെ ഭീഷണി മുഴക്കി. മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് RJD അധ്യക്ഷൻ തേജസ്വി യാദവും വ്യക്തമാക്കി. വോട്ടെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ മുന്നണികളിലെ കല്ലുകടി മറികടക്കാനൊരുങ്ങുകയാണ് ദേശീയ നേതൃത്വം. രാജ്പൂർ സീറ്റിൽ സന്തോഷ് നിരാലയെ JDU സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് NDA സഖ്യത്തിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത്. 15 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ 100 സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ പ്രഖ്യാപനം. हम NDA के लोगों से जरूर निबरा करेंगे, बहुत आर्ग्यू करेंगे कि ऐसा सीट दीजिए ताकि हमको विधानसभा में जो मान्यता प्राप्त होने लायक सीट आ जाए. बस यही हम लोग का. ഹിന്ദുസ്ഥാനി അവാം മോർച്ചയെ വിപുലീകരിക്കുകയാണ് ലക്ഷ്യം. സീറ്റ് വിഭജനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കേന്ദ്രമന്ത്രി കൂടിയായ മുതിർന്ന നേതാവിന്റെ പ്രസ്താവന BJPയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അതേസമയം ബീഹാറിൽ RJD മടങ്ങിവരുമെന്നും 243 സീറ്റുകളിലും മത്സരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നുമുള്ള തേജസ്വിയുടെ പ്രസ്താവന ഇന്ത്യ സഖ്യത്തിലെ ചർച്ചകൾക്കും ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ള ചെറു പാർട്ടികളുടെ വിലപേശൽ മുന്നിൽ കണ്ടാണ് തേജസ്വിയുടെ നീക്കമെന്നാണ് വിലയിരുത്തൽ. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD 144 സീറ്റുകൾ മത്സരിച്ച് 75 സീറ്റുകൾ നേടിയപ്പോൾ 70-ൽ 19 സീറ്റുകളിലാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. മീഡിയ 1 ഡൽഹി.